ഹായ് ഫ്രണ്ട്സ്, ഓണമൊക്കെ വരുമല്ലേ. അപ്പോൾ ഈ വേണ്ടാത്ത വെട്ട് പീസ് തുണികൾ കൊണ്ട് നമ്മൾ സൂപ്പറായിട്ടുള്ളൊരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. എന്താണെന്നല്ലേ, തമ്പനയിൽ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി കാണുമല്ലേ. അപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് പീസുകൾ കൊണ്ട് അത്തപ്പൂക്കളം ഇടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ചധികം കളർഫുള്ളായിട്ടുള്ള കുറച്ച് തുണികൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ തയ്ച്ചതിന് ശേഷം ബാക്കി വരുന്ന പീസുകളാണേ. അതിനുശേഷം നമുക്കിതാ ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു കാർഡ്ബോർഡ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചൊരു മീഡിയം സൈസിലുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം വലുപ്പത്തിലുള്ളത് വേണോ അത്രത്തോളം വലുപ്പമുള്ളത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഒരു ഷേപ്പിലുള്ളൊരു കാർഡ്ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് ചെറിയൊരു തെർമോക്കോളിൻ്റെ പീസാണ് കേട്ടോ. ഈ തെർമോക്കോൾ പീസ് എന്തിനാണെന്നുള്ളത് അവസാനം പറയാം കേട്ടോ. അപ്പോൾ ഈ തെർമോക്കോളിൻ്റെ ഈ പീസ് നമ്മൾ ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു സാധാരണ ഒരു ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പൂക്കൾ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോ കളറിലുള്ള ഒരു പീസ് തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ആ തുണിയെ നമുക്കിതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം ഒരു കത്രിക ഉപയോഗിച്ച് നമുക്ക് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സൈഡും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് നിവർത്തിയെടുക്കാം. അപ്പോൾ നമുക്കിത് ഈ ഷേപ്പിലുള്ള പൂക്കളാണ് കേട്ടോ കിട്ടുന്നത്. ഇതുപോലുള്ള കുറച്ചധികം പൂക്കൾ നമുക്ക് തയ്യാറാക്കി എടുക്കണം. അതിനുശേഷം ഞാനൊരു വൈറ്റ് കളർ തുണിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് സെയിം ഇതുപോലെ തന്നെ മടക്കിയതിന് ശേഷം ഇത് വേറൊരു ഷേപ്പിലുള്ള പൂവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലുള്ള പൂക്കൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള പൂക്കൾ നമുക്ക് കുറച്ചധികം തയ്യാറാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഈ തെർമോക്കോൾ വെച്ചിരിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് നമുക്കിതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഒട്ടിച്ചിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ചുറ്റിനും ഈ വൈറ്റ് കളറിലുള്ള പൂക്കൾ ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം ഞാൻ റെഡ് കളർ തുണിയിലുള്ള ഒരു ചെറിയ കുഞ്ഞു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കുഞ്ഞു പീസ് നമ്മൾ ഈ വൈറ്റ് കളർ പൂവിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാ പൂക്കളിലും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ ഈ യെല്ലോ കളർ പൂവും കൂടി നമുക്കിതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓരോ പൂക്കളായിട്ട് ഇതിന് ചുറ്റും നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ യെല്ലോ കളർ പൂക്കൾ നമ്മളിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനൊരു ബ്ലൂ കളർ തുണിയിൽ ഇതുപോലൊരു ഷേപ്പാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഒരു ശംഖുപുഷ്പത്തിൻ്റെയൊക്കെ മോഡലിൽ തോന്നിക്കുവാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇതളുകൾ കൂടി ഇതിന് ചുറ്റിനും നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നീലപ്പൂക്കളെല്ലാം നമ്മൾ ചുറ്റിനും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ നേരത്തെ തയ്യാറാക്കിയ പോലെ തന്നെ ഒരു റെഡ് കളർ തുണിയിൽ ഞാൻ
നേരത്തെ ചെയ്ത് കാണിച്ച പോലുള്ള പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടി നമുക്കിതിൻ്റെ താഴ്ഭാഗത്തായിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് ഒട്ടിച്ചെടുക്കാം. ഈ നീലപ്പൂക്കളുടെ അടിഭാഗത്തേക്ക് കയറ്റി വെച്ചുകൊണ്ട് വേണം ഈ റെഡ് കളറിലുള്ള പൂക്കൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ റെഡ് കളർ പൂക്കളെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ പൂക്കളെല്ലാം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ദാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ ഒരു ഓറഞ്ച് കളറിലുള്ള തുണി നമ്മൾ കുനുകുനാ ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം ദാ ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ ജമന്തി പൂവൊക്കെ വെക്കില്ലേ, അതുപോലെ വെച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അതിന് മുന്നേ നമുക്ക് കുറച്ച് ഗ്ലൂ എടുത്തതിന് ശേഷം ദാ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ടാണ് കേട്ടോ നമ്മുടെ ഓറഞ്ച് കളർ തുണി നമ്മൾ കുനുകുന വെട്ടി വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തെടുക്കാം. കുറേശ്ശെ തുണി ഇതുപോലെ എടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അവിടെ സെറ്റായിരുന്നോളും കേട്ടോ. ഇതിൻ്റെ ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓറഞ്ച് കളർ തുണി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് നമുക്ക് ഇതിൻ്റെ ഇടയിലേക്കൊക്കെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഫിനിഷിങ് ആക്കി എടുക്കാം. അപ്പോൾ അതേ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്യാപ്പിട്ട് ഓരോ ഭാഗത്തായിട്ടും ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് വൈറ്റ് കളറിൽ നമ്മൾ ഇതുപോലെ തുണി കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ മാത്രമാണ് കേട്ടോ നമുക്കിതിൻ്റെ ഇടയിൽ നല്ല പോലെ വെച്ച് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിതിൻ്റെ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്കിതിൻ്റെ ചുറ്റിനും ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വൈറ്റ് കളറിലുള്ളതും ഓറഞ്ച് കളറിലുള്ള തുണി നമ്മൾ അരിഞ്ഞത് ഇതിൻ്റെ ചുറ്റിനും നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് കുറച്ച് ബ്ലൂ കളറിലുള്ള തുണി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് വെച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് കുറച്ച് മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഓറഞ്ച് കളർ പൂക്കൾ വെച്ചിരിക്കുന്നതിൻ്റെ മിഡിൽ ഭാഗത്ത് മാത്രമാണ് കേട്ടോ നമ്മൾ ബ്ലൂ കളറിലുള്ള പീസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ വൈറ്റ് കളറിലുള്ള പൂക്കൾ വെച്ചതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് യെല്ലോ കളറിലുള്ള തുണി കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം 1-2 ഇതളുകളും കൂടി ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഏറ്റവും മിഡിൽ പോർഷനിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നല്ലേ. അതിന് മുന്നേ തെർമോക്കോളിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് നമ്മൾ ചെറിയൊരു ഹോളിട്ട് കൊടുക്കണം. കത്രിക ഉപയോഗിച്ചിട്ട് ചെറിയൊരു ഹോളിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് നമ്മുടെ ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനലായിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ പഴയ വേണ്ടാത്ത വെട്ടുപീസ് തുണികൾ കൊണ്ടുണ്ടാക്കിയ ഈ അത്തപ്പൂക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കണേ. അത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. താങ്ക്